നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ നടന്മാർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ കേരളത്തിൽ അതുപോലെ തന്നെ മലയാള സിനിമാ ചലച്ചിത്ര ലോകത്തും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈയിടെയായിട്ട് നടന്നു വരുന്ന സംഭവങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാകും. എന്നാൽ സിനിമാ നടന്മാർക്കെതിരെയും അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ ഉള്ളവർക്കെതിരെയും മാത്രമല്ല, പോലീസിലെ ഉന്നതർക്കെതിരെയും ഇപ്പോൾ പല ആരോപണങ്ങളും ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഒരു പോലീസ് ഉന്നതനെതിരെ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് വരികയാണ്. പരാതി നൽകാനെത്തിയ യുവതിയെ പോലീസുകാർ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CA വിനോദ് എന്നിവർ ചൂഷണം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. പോലീസ് ഉന്നതർ പരസ്പരം കൈമാറിയിരുന്നു പീഡനമെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടർ TVയാണ് വെളിപ്പെടുത്തൽ ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് മറ്റു ചാനലുകളിലും ഇത് വന്നു. ഇതിൽ യുവതിയുടെ ആരോപണം ഉന്നയിക്കുന്ന VV ബെന്നി മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ്. തടിയുടെ കാലപ്പഴക്കം DNA പരിശോധനയിൽ കണ്ടെത്തിയ DYSP ആണ് ബെന്നി. അതിനിടെ യുവതിയുടെ പരാതി നേരത്തെ 3 തവണ പോലീസ് പരിശോധിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. അന്ന് ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയെന്നും പറയുന്നു. ഇതേ യുവതിയാണ് വീണ്ടും ആരോപണവുമായി എത്തുന്നത്. മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കുടുക്കാൻ പലവിധ ശ്രമങ്ങൾ മുൻപ് നടന്നിരുന്നു. ഏതായാലും ഈ യുവതിയുടെ പുതിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കും. അൻവറുമായി സംസാരിച്ച ശേഷമാണ് പുതിയ പരാതിയെന്നും അവർ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും അന്വേഷണം നടക്കും. 2022 മലപ്പുറത്തായിരുന്നു കൊടും ക്രൂരത നടന്നതെന്നാണ് ആരോപണം. വസ്തുസംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായിരുന്നു യുവതി പോലീസിനെ സമീപിച്ചത്. പൊന്നാനി CA വിനോദിനാണ് പരാതി നൽകിയത്. എന്നാൽ CA വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഈ പരാതി DYSP ബെന്നിക്ക് കൈമാറി. ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചു. പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം SPയെ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തലുണ്ട്. സുജിത് ദാസും പരാതി അട്ടിമറിച്ചു. കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. കസ്റ്റംസ് ഓഫീസർക്ക് വഴങ്ങി കൊടുക്കണമെന്ന് നിർബന്ധിച്ചു. അവിടെ താൻ രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു. തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിൾ എന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചതെന്നും യുവതി പറഞ്ഞു. PV അൻവർ MLAയുമായുള്ള വിവാദ ഫോൺ കോളും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പുറത്തായതോടെ സുജിത് ദാസിനെതിരെ ഗുരുതര വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. ഗുരുതര ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥരെ സർക്കാരും ആഭ്യന്തര വകുപ്പും ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചെങ്കിലും ഗത്യന്തരമില്ലാതെ കൈയൊഴിയുകയായിരുന്നു. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. മലപ്പുറം SP ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം സുജിത് ദാസിനെതിരെയുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിലെ മലപ്പുറം SPക്ക് PV അൻവർ MLA പരാതി നൽകിയിരുന്നു. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അൻവറിനെ സുജിത് ദാസ് ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. ഈ സംഭാഷണം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് DIG DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം SP ആയിരിക്കെ അടിച്ചു മാറ്റിയെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് വിമാനത്താവള പരിസരത്ത് വെച്ച് സ്വർണം പിടികൂടുന്നത്. പിടിച്ചെടുക്കുന്ന സ്വർണത്തിൽ നിന്നൊരു ഭാഗം മാറ്റിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. പിടിച്ചെടുക്കുന്ന സ്വർണം സുജിത് ദാസ് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടെയാണ് സുജിത് ദാസിനെ വെട്ടിലാക്കി വീണ്ടും ആരോപണങ്ങൾ ഉയരുന്നത്.